ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ക്രിസ്മസ് ഒക്കെ വരാറായി. അപ്പോൾ നമുക്ക് ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരു സിമ്പിളായിട്ടൊരു സ്റ്റാർ ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ ഒരേ നീളവും ഒരേ വീതിയുള്ള ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നടുവേ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ വരയിലൂടെയാണ് രണ്ട് സൈഡ് ഭാഗത്ത് നിന്നും ഇതുപോലെ ഉൾഭാഗത്തേക്കൊന്ന് മടക്കി കൊടുക്കുന്നത്. അപ്പോൾ താഴെ ഭാഗം അധികമായിട്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു താഴത്തെ ഭാഗം മേലെ ഭാഗത്തേക്ക് നടുവേ ആ ഒരു വരയിലൂടെ തന്നെ മടക്കി കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡ് ഭാഗത്ത് നിന്നും നടുഭാഗത്തുള്ള ആ ഒരു വരയിലൂടെ തന്നെ ഇതുപോലെ മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് കുഞ്ഞ് ട്രയാങ്കിൾ ഷേപ്പാണ് നമുക്ക് അവിടെ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഉൾഭാഗത്തേക്കൊന്ന് പശയാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഭാഗം നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഉൾഭാഗത്തുള്ള ആ ഒരു കുഞ്ഞ് കട്ട് ചെയ്ത ഭാഗം കാണുന്നില്ലേ, അതിലേക്ക് മാത്രമാണ് പശയാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ലുക്കാണ് കിട്ടുക. ഉൾഭാഗം കുറച്ച് കുഴിഞ്ഞ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് ഇതുപോലെ തന്നെ സൈഡ് ഭാഗത്തേക്കൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴെ ഭാഗത്തേക്കാണ് നമുക്ക് പശ തേച്ച് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ കാണിച്ചു തരാം ഏത് ഭാഗത്തേക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരുന്ന ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിലേക്ക് മാത്രമാണ് നമ്മൾ പശയാക്കി കൊടുക്കേണ്ടത്. പുറത്തൊന്നും ആകാൻ പാടില്ല. പിന്നെ നമ്മൾ 7 പീസാണ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. ആ 7ഉം ഇതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ സ്റ്റാർ ഉണ്ടാക്കുന്നത് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഏകദേശം ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. പക്ഷേ ഇതിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്കാണ് നമുക്കതിൽ കിട്ടുന്നത്. അപ്പോൾ അതെന്തായാലും ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഇതുപോലെ എല്ലാം ഒന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് നിവർത്തിയെടുക്കാം. ലാസ്റ്റും ഇതുപോലെ തന്നെ ആ ഒരു ഭാഗത്തേക്ക് പശയാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നിവർത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഭാഗത്തേക്ക് നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ഒട്ടിയിരുന്നോളും. പിന്നെ ഏതെങ്കിലും ഭാഗം ചെറുതോ വലുതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിവർത്തി ഒന്ന് സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ത്രെഡും കൂടി ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. മേലെ ഭാഗത്തേക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലൂടെയാണ് ത്രെഡ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു ക്രിസ്മസിന് നിങ്ങൾ എന്തായാലും ഈ ഒരു സ്റ്റാർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.